വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെമ്പിൾ വിത്ത് അമലു. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വലിയ സാധനമാണെന്നൊക്കെ വിചാരിച്ചു. വലിയ സാധനമൊന്നുമില്ല, ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിന്ന് ചെറിയ സാധനത്തിൽ നിന്ന് തുടങ്ങാൻ വിചാരിച്ചു. പിന്നെ മഴയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ്. ഞാനിന്ന് ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും ചായ അല്ല, ഒരു മസാല ചായയാണ്. ഞാൻ ഉണ്ടാക്കുന്നതിന് ചിലപ്പോൾ വ്യത്യാസവും കാണും. ശരിക്കുള്ള മസാല ചായ ചിലപ്പം അതുമായിട്ടൊക്കെ കുറച്ച് വ്യത്യാസം കാണും. ഞാൻ കുറച്ച് എൻ്റെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് വേണ്ട സാധനങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് ചായ ഇടുന്ന ഒരു പാത്രം. ഇതാണ് നമ്മളിവിടെ ചായ എന്നും ചായ ഇടുന്നത്. അതുകൊണ്ട് അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. പിന്നെ അവിടെ ഒരാൾ ഇതുവരെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങോട്ട് പോയി. അതെ, വീണ്ടും വന്നു. ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് നോക്കാനായിട്ട് കുറേ നേരം ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഫസ്റ്റ് പാത്രം വേണം. സെക്കൻഡ് പാല്. ഇതിപ്പം ചൂടാക്കിയതേ ഉള്ളൂ, അതുകൊണ്ടാണ് പുകയൊക്കെ പറക്കുന്നുണ്ട്. ഇത്ര പാല്. ചിലപ്പം ഇത്രയും വേണ്ടി വരത്തില്ല, ചിലപ്പോൾ ഇനിയും വേണ്ടി വരും. പിന്നെ എനിക്ക് മാത്രം വരുന്നത്, അപ്പം ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള അളവാണ്. പിന്നെ ഇത്ര വെള്ളമാണ്. പിന്നെ മസാലകൾ, ഗ്രാമ്പു, പട്ട. ഞാൻ 2 ഏലക്ക, 2 ഗ്രാമ്പുവാണ്. 2 ഗ്രാമ്പു, ഇത്ര പട്ട, 2 ഏലക്ക, പിന്നെ ഇഞ്ചി. അത് നമുക്ക് ആ സമയത്ത് ചതച്ചാണ് ഇടാനുള്ളത്. പിന്നെ ചിലപ്പോൾ കുരുമുളകൊക്കെ ഇടുന്നവരുണ്ട്. ഞാൻ കുരുമുളകൊന്നും ഇടാറില്ല. ഇതിൻ്റെ കുറച്ച് എരി കാണും. പിന്നെ ഇത് അരിക്കാനായിട്ടൊരു അരിപ്പ. പിന്നെ പഞ്ചസാര, പിന്നെ തേയില. ഇത് സാധാ ചായ ഇടുന്ന സാധനങ്ങൾ തന്നെയാണ്. അതിൻ്റെ കൂടെ ഈ 4 അതിനകത്ത് മസാലകൾ വരുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ചായ ഇടാനായിട്ട് തുടങ്ങാം. ഗൈസ്, ഫസ്റ്റ് നമുക്ക് നമ്മുടെ ചായ പാത്രം സ്റ്റൗ കത്തിച്ചിട്ട് വയ്ക്കാം. ഇത് ഞാനിപ്പോൾ കുളിച്ചുകൊണ്ടാണ് മുടി അയച്ചിട്ടേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കെട്ടി വയ്ക്കണേ. പിന്നെ പാത്രം വെച്ചു, അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിക്കാം. ഇനി വെള്ളം ചൂടാവണം. അതിന് ശേഷം എന്ത് ചെയ്യണം? നമുക്ക് തീ കൂട്ടി വയ്ക്കാം. ഇനി വെള്ളം ചൂടാവണം. ചെറിയൊരു ബബിൾ വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളക്കണ്ട, ചെറുതായി ചൂടായി കുറച്ച് ചെറിയ ബബിൾ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ചെറുതായിട്ടൊക്കെ തിളയ്ക്കുന്നുണ്ട്, ബബിളൊക്കെ വന്നു. അപ്പോൾ നമുക്ക് തീ കുറച്ച് കൊടുക്കാം. ഒരു മീഡിയത്തിൽ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വയ്ക്കാം. ഇനി ഈ സമയത്ത് വേണം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ, ചെറുതായിട്ട് ബബിളൊക്കെ വരുമ്പോഴത്തേക്കും. ഓക്കെ, ഇനി ഇതൊന്ന് ചെറുതായിട്ട് ആ വെള്ളത്തിലൊന്ന് അലിഞ്ഞ് പിടിക്കണം. ഗൈസ്, ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. ഫുൾ അലിയണമെന്നില്ല, കുറച്ച് തന്നെ മതി. പക്ഷേ എൻ്റെ ഇതിപ്പോൾ ഫുൾ അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇഞ്ചി ചതച്ചിട്ടുണ്ട് നേരത്തെ. പിന്നെ നമ്മൾ അപ്പം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാ ചായ ഇടാൻ എടുക്കുന്ന വെള്ളത്തിനെക്കാട്ടി കുറച്ചുകൂടെ എടുക്കണം. കാരണം ഇതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് വെള്ളത്തിൽ പിടിക്കണം. അപ്പം അത്രയും നേരം നമ്മൾ വച്ചേക്കുമ്പോഴത്തേക്കും ആ വെള്ളം വറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സാധാ ചായ ഇടുന്ന വെള്ളത്തിനെക്കാട്ടി കുറച്ചുകൂടെ വെള്ളം നമ്മൾ എടുക്കണം. പിന്നെ ഈ 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പട്ട, പിന്നെ ഈ 2 ഏലക്ക. ഇത് നമുക്ക് ആ കുരു മാത്രം ഇട്ടാൽ മതി. ഏകദേശം ഞാൻ ഏലക്ക ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം അമ്മ പറഞ്ഞു ഇതിൻ്റെ തോടും കൂടെ ഇടുക, അത് വേസ്റ്റ് ആകത്തില്ലേന്ന്. അപ്പം ഞാൻ ഈ തോടും കുരുവും കൂടെ ഇടുന്നുണ്ട്. ഞാൻ 2 ഏലക്കയാണ് എടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു നീരും ആ ടേസ്റ്റൊക്കെ ആ വെള്ളത്തിൽ പിടിക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് തീ കുറച്ച് മീഡിയത്തിൽ വയ്ക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ചുകൂടെ വെള്ളം കൂട്ടിയെടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഈ സമയം കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ വറ്റും. അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം കൂട്ടിയെടുക്കണം. ഗൈസ്, ഇതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വെള്ളത്തിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല മണം വരുന്നുണ്ട്, മസാലയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ തേയില ഇട്ട് കൊടുക്കാൻ. കുറച്ച് തേയില മതി. ഓക്കെ, ഇനി ആ തേയിലേക്കൊന്ന് പിടിക്കുന്ന വരെ നമുക്ക്
എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഗൈസ് തേയിലേക്ക് ഇപ്പോൾ ഫുൾ ആ ഒരു ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഗൈസ് ഞാൻ പാല് പകുതിയാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ചിലവർക്ക് ചിലപ്പോൾ കടുപ്പം കുറച്ചുകൂടെ വേണമായിരിക്കും ഇതിനെക്കാട്ടി, ചിലർക്ക് ഇത്രയും കടുപ്പം വേണ്ടിയിരിക്കും. എനിക്കിപ്പോൾ ഇത്ര കടുപ്പം മതി. അതുകൊണ്ട് ഞാൻ നേരത്തെ പാൽ ഒഴിച്ചപ്പോഴത്തേക്കും ഞാൻ കുറച്ചുകൂടെ തേയില ഇട്ടിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം. അപ്പോൾ എനിക്ക് ഇത്ര കടുപ്പമാണ് വേണ്ടത്. ഇനി നമുക്ക് തീ കൂട്ടാം. അതൊന്ന് പൊങ്ങി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പൊങ്ങി വരുന്നുണ്ട്. പിന്നെ കുറച്ച് ചായയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ പൊക്കം വരെ എത്തണമെന്നില്ല. അപ്പം ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഞാൻ നിർത്തുകയാണേ. ഗൈസ് ഞാനെങ്കിൽ ഇതെടുത്ത് അരിച്ചൊഴിക്കാനായിട്ട് പോവാണ്. ഞാൻ ചെറുതായിട്ട് തുണി മാറ്റിയിട്ടുണ്ട്. ഇതിന് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്ന് ആറ്റി കൊടുക്കുന്നുണ്ട് ഈ ഗ്ലാസ്സിലോട്ട്. ഗൈസ് നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് കുടിച്ചുണ്ടാവുള്ളൂ. ഞാൻ ഇപ്പം എന്നും ഉണ്ടാക്കത്തില്ല, ചില ദിവസമൊക്കെ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് അറിയാം. ചൂടുണ്ട്, ചെറുതായിട്ട് ഉള്ളി. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.